ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ ശ്രീവിദ്യ. ഡിപ്രഷനുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർ പറയും അല്ലേ, നിനക്കെന്താണ് പ്രശ്നം, നിനക്ക് നല്ല ജോലിയുണ്ട്, നല്ല ലൈഫ് പാർട്ട്ണർ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ നല്ല പേരൻസ് ഉണ്ട്, നല്ല റിലേറ്റീവ്സ് ഉണ്ട്, നല്ലൊരു ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിലാണ് നിന്നോട് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നിൻ്റെ പ്രശ്നം? നിനക്ക് എല്ലാം ഉള്ളതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് വിടുന്നു. നമുക്കില്ലല്ലോ ഡിപ്രഷൻ, നിനക്കെന്താണ് പ്രശ്നം? ഇങ്ങനെയാണ് ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുക അല്ലേ. നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പല സമയത്തും പറ്റുന്നില്ല. പക്ഷേ എന്തോ ഒരു ലോൺലിനെസ് ഉള്ളിൽ, എവിടെയോ എന്തോ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നു. അതായത് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നില്ല, പ്രസൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ. എല്ലാം ഉണ്ടായിട്ട് പോലും ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. പേഴ്സണൽ സെഷനിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ. കാരണം എന്താ റീസൺ എന്നറിയില്ല. നല്ല ജോബുണ്ട്, ഗവൺമെൻറ് ജോബുണ്ട്, അല്ലെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ അവർക്ക് ഒക്കെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പേടി, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പേടി, ഭയങ്കര ആങ്സൈറ്റിയാണ്, സോഷ്യൽ ആങ്സൈറ്റിയാണ്. പക്ഷേ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി അവർ പുറത്ത് ഭയങ്കര ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ആക്ട് ചെയ്യുന്നു. ചിലവർ ഭയങ്കര ബോൾഡായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് അവർ പറയുന്നത് അത് പുറത്ത് ഞാൻ ആക്ട് ചെയ്യുകയാണ്, ഉള്ളിൽ ഞാൻ വേറൊരു ഇതാണ്, അത് പുറത്ത് എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എനിക്കിതിൽ നിന്ന് ഓവർകം ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ തോട്ട്സ് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, ഡിപ്രഷനുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓവറായിട്ട് നമ്മളെ തോട്ട്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ? കൂടുതൽ വരുന്ന തോട്ട്സും നമുക്ക് പാസ്റ്റിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും അല്ലേ. ഒരേ രീതിയിലുള്ള സെയിം തോട്ട്സാണ് നമുക്ക് ഡെയിലി വരിക. പക്ഷെ ഒരു ആവശ്യം ഉണ്ടാവില്ല, നമ്മൾ ചിന്തിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊന്നിനും ഫോക്കസ് ഇല്ല, ഒന്നിലും നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല അല്ലേ. ഒന്നും ചെയ്യാൻ ഒരു മടുപ്പാണ്, ഒരു ഡെസ്പിറേഷൻ എന്ന് പറയും, ലൈഫിനോട് തന്നെ ഒരു മടുപ്പ്. ഇനി എന്തിനാ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തകൾ വന്നു തുടങ്ങും. ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണൽ സെഷനിൽ വരാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറ്, പേഴ്സണൽ സെഷനും ഗ്രൂപ്പ് സെഷനും അറ്റൻഡ് ചെയ്യണം. ഗ്രൂപ്പ് സെഷനാണ് നിങ്ങൾക്ക് പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിപ്രഷനുള്ള ആൾക്കാർ, മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ മെൻറ്ററായി മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്, അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പീരീഡിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുക എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും നമ്മളെ ലൈഫിൽ ആ ഒരു ടൈമിൽ നടക്കും അല്ലേ. അതായത് ചിലപ്പം നമുക്ക് ആരെങ്കിലും നഷ്ടപ്പെടും, അല്ലെങ്കിൽ ജോബ് പോവും, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ വന്നിട്ട് അത് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാലാണ് ഈ നമ്മൾ ചോദിച്ച ഗോൾ നമ്മളിലേക്ക് എത്തുകയെന്ന് പറയും. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഡിപ്രഷൻ, ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഏത് അവസ്ഥയിലാണുള്ളത്, നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് കൂടുതൽ എൻ്റെ അടുത്തുനിന്ന് അറിയേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ അവയർനെസ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡെസ്പറേറ്റായിട്ട് നിൽക്കുകയാണ്, ഒന്ന് ഹെൽപ്ലെസ്സായി നിൽക്കുകയാണെന്ന് തോന്നുന്നവരുണ്ടാവുമല്ലേ ഈ വീഡിയോ കാണുന്നവർ. ഇവർക്ക് ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിലും ഭയങ്കര ചലഞ്ചസ് നേരിടുന്നുണ്ടാവും. എല്ലാത്തിലും ഇവർ ബിഗ് സീറോ ആണെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതായത് എനിക്ക് എവിടെയും നല്ലൊരു കാര്യം നടക്കുന്നില്ലല്ലോ, ഞാൻ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാനൊരു ഫെയിലിയറാണ്, എൻ്റെ ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരു ഫെയിലിയറാണ്, അല്ലെങ്കിൽ കരിയറിൽ വരുമ്പോൾ എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ ഇവർ ഉള്ളിൽ ചിന്തിക്കുന്നത് ഇതാണ്, അതായത് ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർക്ക് ഗ്രേറ്റ്ഫുൾ ആവാനോ സാറ്റിസ്ഫൈഡ് ആവാനോ കഴിയുന്നില്ല. അപ്പോൾ അത് ഉള്ളിൽ
കിടക്കുന്ന ഒരുപാട് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളിൽ നമ്മൾ റിപ്പയർ ചെയ്യാനുണ്ട്, റീപ്രോഗ്രാം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു അത് ഓവർകം ചെയ്യാനുള്ള 1-2 ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാർ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡീപ്പ് ഹീലിംഗ് ആവശ്യമാണ്, സെഷൻസ് ആവശ്യമുണ്ടാവും, മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, അതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊക്കെ തട്ടിപ്പാണോ, അല്ലെങ്കിൽ ഞാനിപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1-2 ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നിങ്ങളെ തോട്ട്സ് ഡിസ്റ്റർബ് ചെയ്യുന്നു, തോട്ട്സ് ഒരുപാട് നിങ്ങളെ ഡൗൺ ആക്കുന്നു, ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യാം. ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾക്ക് വിൻഡോ ബ്രീത്തിങ് ചെയ്യാം. 4:4:4:4 സ്ക്വയർ ബ്രീത്തിങ്, വിൻഡോ ബ്രീത്തിങ് എന്ന് പറയും. ഇൻഹേൽ ചെയ്യുമ്പോൾ 1 2 3 4 കൗണ്ട് ഓഫ് 4. ഓക്കെ, ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പം കൗണ്ട് ഓഫ് 4 1 2 3 4. എക്സേൽ പീസ്ഫുള്ളി 1 2 3 4. എക്സേൽ ചെയ്യുമ്പോൾ പിന്നെ ബെല്ലിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോഴും 1 2 3 4. അങ്ങനെ ഇൻഹേൽ കൗണ്ട് ഓഫ് 4, ഹോൾഡ് കൗണ്ട് ഓഫ് 4, എക്സേൽ കൗണ്ട് ഓഫ് 4, എഗെയിൻ ബെല്ലിയിൽ ഹോൾഡ് ചെയ്യുക, അതും കൗണ്ട് ഓഫ് 4. അതാണ് വിൻഡോ ബ്രീത്തിങ്. ഇത് നിങ്ങൾക്കൊരു 3 സൈക്കിൾ അല്ല 5 സൈക്കിൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം എന്താവും? കാം ഡൗൺ ആവും. ഓക്കെ, അതായത് നമ്മൾക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് കോർട്ടിസോൾ റിലീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ് കെമിക്കൽ, സ്ട്രെസ് ഹോർമോൺസ് റിലീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലോ പ്രൊഡക്റ്റീവിലോട്ട് എത്തും. ഒന്നും ചെയ്യൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. ഞാനത് പറയുമ്പം തന്നെ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്ക്വയർ ബ്രീത്തിങ്, വിൻഡോ ബ്രീത്തിങ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കുറച്ചും കൂടെ കാമാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മനസ്സിൽ പറയുക, ഐ ആം സേഫ്, ഐ ആം സേഫ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം ലവ്ഡ്. ഓക്കെ, ഐ ആം സേഫ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം ലവ്ഡ് എന്ന് പറയാം. ഓക്കെ, അത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് ബോഡി ഭയങ്കരമായിട്ട് ബോഡിയിലൊരു ഫിയർ ഫീൽ ചെയ്യും. അത് നമ്മൾ സേഫ് അല്ല, ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ, എന്തോ ഒരു ഫീല് നമുക്ക് വരും. അത് ഈ ഒരു ഫിയർ ഫീലിംഗ് വരുന്ന സമയത്ത് നമുക്കൊരു കെമിക്കൽ റിലീസ് ആവും. നമ്മളുടെ ഇമോഷൻസ് എല്ലാം തന്നെ ബോഡിയിലാണ് അല്ലേ? അപ്പം ആ ഒരു ഇമോഷൻ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോഡീനെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഐ ആം ലവ്ഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം സേഫ് എന്നുള്ളത് പറയുക. നിങ്ങൾക്ക് എത്ര തവണ നിങ്ങൾ ഓക്കെ ആവുന്നത് വരെ നിങ്ങൾക്കത് പറയാം. നമ്മൾ ഒരാൾ വന്ന് കെയർ ചെയ്യുന്നതിന് തുല്യമാണത്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരാളോട് പറയണം, നീ നാളെ തൊട്ട് സ്ട്രോങ് ആവണം, നീ കുറച്ചുകൂടെ ബോൾഡ് ആവണം എന്ന് നമ്മളോട് പറയുമെങ്കിലും നമുക്കങ്ങനെ ആകാൻ പറ്റുമോ? ഇല്ല. അവർ പറയുമ്പോൾ നമുക്ക് ഓക്കെ മോട്ടിവേറ്റഡ് ആവും. പിന്നെ നാളെ വീണ്ടും നമ്മൾ പഴയ ആൾ തന്നെ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ടൊന്നും മാറാൻ പറ്റില്ല. നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം, നമ്മൾ തന്നെ നമ്മുടെ മെൻറ്റർ ആവണം. നമ്മൾ പറഞ്ഞ് മനസ്സിനെയും ബോഡീനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു പേരൻറ്റ് ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ നമ്മളെ കെയർ ചെയ്യാൻ പഠിക്കണം. അപ്പം നമ്മൾ ബോഡി എപ്പോഴും ഡിസ്കംഫർട്ടായി ഫീൽ ചെയ്യുന്ന സമയത്ത് പറയുക, ഐ ആം ലവ്ഡ്, ഐ ട്രസ്റ്റ് മൈസെൽഫ് പറയാം, അല്ലെങ്കിൽ ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം സേഫ് എന്നുള്ള ഇതുപോലുള്ള വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അഫർമേഷൻസ് അല്ലെങ്കിൽ ഓട്ടോ സജഷൻസ് എന്ന് പറയും. ഓട്ടോ സജഷൻസ് നിങ്ങൾക്ക് മൈൻഡിന് കൊടുക്കാം. അപ്പോഴത്തേക്ക് തന്നെ ഓക്കെ ആവും. ആദ്യം നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യുന്നു, പിന്നെ ഈ ഒരു ഓട്ടോ സജഷൻ കൊടുക്കുന്നു, അപ്പോഴത്തേക്ക് നമ്മളൊന്ന് കുറച്ചൊന്ന് ഓക്കെ ആവും. ഓക്കെ, പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് കൈ ഇവിടെ വയ്ക്കുക, ഹാർട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് കണ്ണടച്ചിരുന്ന് സ്മൈൽ കൊടുത്തതിന് ശേഷം ബോഡിക്ക് ചുറ്റും ഒരു വൈറ്റ് ഹീലിംഗ് ലൈറ്റ് സറൗണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ ഒരു ലൈറ്റ് ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇമോഷൻസ് മെൽറ്റ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, സ്റ്റക്കായിട്ടുള്ള ഇമോഷൻസ് ആണല്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്റ്റില്ല് പോലെ അല്ലെങ്കിൽ
അത് ജസ്റ്റ് ഒരു ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പിലോ ഇങ്ങനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ഒരു ലൈറ്റ് ഉള്ളിലേക്ക് വന്നിട്ട് അതിങ്ങനെ മെൽറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക. അത് മൂന്നാമതൊരാൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നത് പോലെ നിങ്ങളെ വാച്ച് ചെയ്യാം. ക്ലിയർ ആയോ? കണ്ണടച്ചിട്ട് ആ ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നു, അത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇമാജിൻ ചെയ്യുക. അതിങ്ങനെ വാച്ച് ചെയ്യുക. എന്നിട്ട് ആ ഇമോഷൻസ് പുറത്തേക്ക് വിടുക. വായിലേക്കൂടെ ശ്വാസത്തിലൂടെ പുറത്തോട്ട് വിടുക. അങ്ങനെ നിങ്ങൾ ആ ഇമോഷൻസ് റിലീസ് ചെയ്യുക. അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ഡൗൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണേൽ ഫേസൊക്കെ വാഷ് ചെയ്തൊന്ന് ഫ്രഷ് ആവാം കേട്ടോ. ഇനി അതിനൊന്നും നിങ്ങൾക്ക് മൂഡില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്കിത് ചെയ്യാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, സ്ക്വയർ ബ്രീത്തിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓട്ടോ സജഷൻസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യുക. കണ്ണടച്ചിട്ട് ഈ ഒരു ഹീലിംഗ് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നു, നിങ്ങളത് ഹീൽ ചെയ്യപ്പെടുന്നു, നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മൈൻഡിന് നമ്മളെ പാമ്പർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഫേം ചെയ്യാം മനസ്സിൽ. ഓക്കെ, ഐ എം ഹീലിംഗ് അല്ലെങ്കിൽ ഐ എം ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ളത് ആ രീതിയിൽ ഓട്ടോ സജഷൻസ് നിങ്ങൾക്ക് മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കാം. കാരണം ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റണം. ഒരാൾക്കും നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ചൈൽഡ് ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അപ്പോൾ ആ ഇന്നർ ചൈൽഡിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ബേബി. അപ്പം അതിനെ നമ്മൾ ആ രീതിയിൽ നമ്മൾ എത്ര ഏജായി എന്ന് പറഞ്ഞാലും നമ്മൾ മെച്യൂരിറ്റി പുറത്ത് എക്സ്പ്രസ് ചെയ്താലും എല്ലാവർക്കും ഉള്ളിലൊരു കുഞ്ഞുണ്ട്. നമ്മൾ ചിലപ്പം ഭയങ്കര പക്വതയൊക്കെ നമ്മൾ അഭിനയിക്കും അല്ലേ? പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കുഞ്ഞിന് ഈ ഒരു കെയർ, ലവ്, പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഇതൊക്കെ ക്രേവ് ചെയ്യുന്നുണ്ട്. മേ ബി ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു പ്രൊട്ടക്ഷൻ, കെയർ, ലവ് ഒന്നും നമുക്ക് ചൈൽഡ്ഹുഡിൽ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോഴും കിട്ടുന്നുണ്ടാവില്ല. അത് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, വേറെ ആരും വന്നിട്ട് അത് തരില്ല. നമ്മൾക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് മാത്രം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് മാറുമെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 100% അഷുറൻസ് എനിക്ക് തരാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തർക്കും ഓരോ റൂട്ട് കോസ് ഉണ്ടാവും. റൂട്ട് കോസ് കണ്ടുപിടിച്ച് നമ്മൾ കംപ്ലീറ്റ് ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് റിക്കവർ ആവാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഓക്കെ ആക്കാൻ പറ്റും ഈ ഒരു ടെക്നിക്കിലൂടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഏത് പ്രോബ്ലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ എൻ്റെ അടുത്തുനിന്ന്, അതായത് ഞാൻ ഇനി ഇങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് അറിയാൻ ആഗ്രഹമുള്ളത് അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു.